ഒരു മനുഷ്യൻ യുക്തിവാദിയാവുന്നതോടുകൂടി അയാളുടെ യുക്തിബോധം നശിക്കുകയും യുക്തിവാദം അത് വളരെ പ്രകടമായി പെരുകുകയുമാണ് ചെയ്യുക. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് എ ജബ്ബാർ. കാരണം ജബ്ബാർ പറയുന്ന രണ്ട് വിഡ്ഢിത്തം, ഒന്ന് ബദറിൽ പെട്ടെന്നുള്ളൊരു യുദ്ധമായതുകൊണ്ട് അവിടെ മക്കയിലുള്ള ഇസ്ലാമിൻ്റെ ശത്രുക്കൾ പരാജയപ്പെട്ടു. പിന്നെ പാവങ്ങൾ ആയിരുന്നല്ലോ അവർ, കയ്യിൽ യാതൊരു ആയുധവുമില്ല, അതുപോലെ തിന്നാൻ വകുപ്പില്ല. ഇങ്ങേ ഭാഗത്ത് മുസ്ലിങ്ങളാണെങ്കിൽ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയാണ് ഉണ്ടായിരുന്നതെന്നാണ് ജബ്ബാർ പറയുന്നതിൽ നിന്ന് ഒരു ശ്രോതാവിന് മനസ്സിലാക്കാൻ കഴിയും. ഉഹദിലാണെങ്കിൽ മുസ്ലിങ്ങൾ അമ്പയെ പരാജയപ്പെട്ടു, ഒരുപാട് നഷ്ടമുണ്ടായി, ധാരാളം ആളുകൾ കൊല്ലപ്പെട്ടു. ഈ രണ്ട് സംഗതിയും വസ്തുത എന്താണ് എന്ന് പരിശോധിച്ചാൽ ജബ്ബാറിൻ്റെ വിഡ്ഢിത്തം എത്രമാത്രം കട്ടി കൂടിയതാണെന്ന് നമ്മൾ മനസ്സിലാക്കാൻ കഴിയും. ബദർ ഹിജറയുടെ രണ്ടാമത്തെ വർഷമാണ് ബദർ യുദ്ധം നടക്കുന്നത്, അതും റമദാനിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും 300 സഹാബിമാർ, 313 എന്നാണ് പറയാറുള്ളതെങ്കിലും നബിയോടൊപ്പം ഉള്ളത് 300 ആളുകളാണ്. ഈ ആളുകൾ ബദറിൽ യുദ്ധത്തിന് വേണ്ടി പോയതായിരുന്നില്ല. അവർ അബൂ സുഫിയാൻ്റെ കച്ചവട സംഘത്തെ പിടികൂടാൻ വേണ്ടി പോയതാണ്. അബൂ സുഫിയാൻ്റെ കച്ചവട സംഘത്തെ പിടികൂടേണ്ടി വന്നിട്ടുള്ളത് അവർ യുദ്ധം ഉദ്ദേശിച്ചുകൊണ്ട് മദീനയെ തകർക്കാൻ, ഇസ്ലാമിനെ തകർക്കാനുള്ള മുതൽക്കൂട്ട്, അതുപോലെ തന്നെ കോപ്പ് കൂട്ടാനൊക്കെ ഉദ്ദേശിച്ചാണ് കച്ചവടം നടക്കുന്നത്. അപ്പോൾ അതിന് തടയിടുക എന്നുള്ളത് ഒരു രാഷ്ട്രം എന്നുള്ളവർക്ക് മദീനയുടെ തന്നെ അനിവാര്യമായിട്ടുള്ളൊരു സംഗതിയാണ്. ഈ യാത്രയിൽ അവർ യുദ്ധത്തിന് ഉദ്ദേശിച്ചിട്ടില്ലാത്തത് കൊണ്ട് കയ്യിലുള്ള എടുക്കാവുന്ന ആയുധങ്ങൾ പോലും എടുക്കാതെയാണ് അവർ പോയിട്ടുള്ളത്. കാരണം അബൂ സുഫിയാനും കുറച്ച് ആളുകളുമാണ് യാത്രാ സംഘത്തിലുണ്ടാവുക. അവരെ നേരിടാനും പിടികൂടാനും ഇത്ര കൂടുതൽ ആയുധങ്ങളൊന്നും ആവശ്യമില്ല. പക്ഷേ സംഗതിവശാൽ അബൂ സുഫിയാൻ കടൽക്കരയിലൂടെ രക്ഷപ്പെട്ടു. അബൂജഹലിൻ്റെ നേതൃത്വത്തിലുള്ള 950, 1000-നും 900-നും ഇടയിൽ 950ഓളം വരുന്ന ഒരു സംഘം, അവർ സർവായുധ വിഭൂഷിതരായിട്ടാണ്, അതുപോലെ കുറേ ദിവസം ബദറിൽ തങ്ങിയിട്ട് അവിടെ നിന്ന് ആഘോഷിക്കാൻ പാകത്തിലാണ് അവർ പോയിട്ടുള്ളത്. അപ്പോൾ അവരുടെ കയ്യിൽ ഭക്ഷണ സാധനമുണ്ട്, ആയുധങ്ങളൊക്കെ ഉണ്ട്. അതും മുസ്ലിങ്ങളുടെ 2 ഇരട്ടി വരുന്ന സംഘമാണ് അവരുണ്ടായിരുന്നത്. എന്നിട്ടും ആ യുദ്ധത്തിൽ അവർ പരാജയപ്പെട്ടു, മുസ്ലിങ്ങൾ ജയിച്ചു. ശത്രുവിൻ്റെ ഭാഗത്ത് 70ഓളം ആളുകൾ കൊല്ലപ്പെട്ടു, മുസ്ലിങ്ങളുടെ ഭാഗത്ത് ചുരുക്കം ചില ആളുകളെ വധിക്കപ്പെട്ടുള്ളൂ. ഇതിനെ വെച്ചിട്ടാണ് ജബ്ബാർ പറഞ്ഞത്, ഖുറൈശികൾ അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ ആ ശത്രുക്കൾ അവർ പാവങ്ങളായിട്ട് പെട്ടെന്നുള്ള യുദ്ധമായതുകൊണ്ട് അവർ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് ജബ്ബാറിൻ്റെ ഒരു വിഡ്ഢിത്തം, യുക്തിവാദത്തിലടങ്ങിയിട്ടുള്ള വിഡ്ഢിത്തം എന്ന് പറഞ്ഞത്. ഉഹദിലാണെങ്കിൽ സംഭവിച്ചതെന്താണ്? ഉഹദിൽ ആദ്യത്തിൽ മുസ്ലിങ്ങൾ വിജയിച്ചു എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് ശത്രുക്കൾ, അബൂ സുഫിയാൻ്റെ നേതൃത്വത്തിലുള്ള ശത്രു സൈന്യം പടക്കളം വിട്ട് ഓടി. സംഗതിവശാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാർ, സഹാബിമാരിൽ പെട്ട ചില ആളുകളുടെ അനുസരണക്കേടാണ് പിന്നീട് ആ യുദ്ധം പരാജയത്തിൽ എത്തിപ്പെടാൻ കാരണമായിട്ടുള്ളത്. അതായത് ഉഹദ് മലയുടെ മുകളിൽ 50 വില്ലാളി വീരന്മാരെ നിർത്തിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞിരുന്നത്, ഒരു കാരണവശാലും നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങാൻ പാടില്ല, ഞങ്ങൾ തോറ്റാലും ജയിച്ചാലും ഇറങ്ങാൻ പാടില്ല എന്നാണ്.
ഇത് ലംഘിച്ചുകൊണ്ടാണ് യുദ്ധം ജയിച്ചപ്പോൾ, അതായത് ശത്രു യുദ്ധക്കളം വിട്ട് ഓടിപ്പോയപ്പോൾ ഈ വില്ലാളി വീരന്മാരിൽ ചിലർ അവരുടെ നേതാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആജ്ഞ അവർ ലംഘിച്ചു, അവരുടെ നേതാവിൻ്റെ ആജ്ഞയും ലംഘിച്ചുകൊണ്ട് അവരിറങ്ങിപ്പോയത്. കുറച്ച് ആളുകൾ മാത്രം അവിടെ നിലകൊണ്ടു. ശത്രുപക്ഷത്തുണ്ടായിരുന്ന ഖാലിദ് ബിൻ വലീദ് ഈ സംഗതി കണ്ടറിയുകയും അദ്ദേഹം പിന്നാമ്പുറത്തുകൂടെ വന്ന് ഈ മലമുകളിലുണ്ടായിരുന്ന വില്ലാളി വീരന്മാരെ മുഴുവൻ കൊന്ന് പിന്നിലൂടെ ഇറങ്ങിയിട്ട് മുസ്ലിങ്ങൾ ആക്രമിച്ചു. കാരണം അവരുടെ കയ്യിൽ അവർ ഗനീമത്ത് ഒരുമിച്ച് പെറുക്കി കൂട്ടുന്ന തിരക്കിലായതുകൊണ്ട് കയ്യിൽ പലരുടെയും കയ്യിൽ ആയുധമില്ല. ഉള്ളത് തന്നെ പെട്ടെന്ന് പിന്നിൽ നിന്ന് അടി വരുമ്പോൾ പെട്ടെന്ന് ഉപയോഗിക്കാൻ പറ്റില്ല. ആ രീതിയിലാണ് അവിടെ പരാജയം ഉണ്ടായിട്ടുള്ളത്. അവിടെ മുസ്ലിങ്ങൾ അവസാനം പരാജയപ്പെട്ടു, കുറേ ആളുകൾ കൊല്ലപ്പെട്ടു എന്നുള്ളതൊക്കെ ശരിയാണ്. ഇതിൽ ജബ്ബാർ സന്തോഷിക്കുന്നുണ്ട്. തലേ കൊല്ലം ഹിജ്റയുടെ രണ്ടാമത്തെ കൊല്ലം ബദറിൽ ശത്രുക്കൾക്ക് സംഭവിച്ച പരാജയത്തിൽ അവരുടെ കൂടെ ജബ്ബാറും സങ്കടപ്പെടുകയാണ്, ദുഃഖിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ജബ്ബാർ ഒരു ഇസ്ലാം മതവിശ്വാസിയല്ല, ഈശ്വരവിശ്വാസിയല്ല, എല്ലാറ്റിനോടും സമദൂര സിദ്ധാന്തം പുലർത്തുന്ന ജനാധിപത്യവാദിയാണ്. അതുകൊണ്ട് ശത്രുവിന് പരാജയം ഉണ്ടാകുമ്പോൾ അയാൾ സന്തോഷിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പരാജയം ഉണ്ടാകുമ്പം അദ്ദേഹം അവിടെ സന്തോഷിച്ച് മറ്റവരുടെ കൂടെ ആ പരാജയത്തിൽ നബിയുടെയും അനുചരന്മാരുടെയും സന്തോഷത്തിൽ അയാൾക്ക് സന്തോഷം ഉണ്ടാവണം. മറുഭാഗത്ത് മറ്റവർ പരാജയപ്പെടുമ്പോൾ അതിൽ അയാൾക്ക് ദുഃഖം ഉണ്ടാവണം. അപ്പോഴേ അയാൾ ജനാധിപത്യവാദിയും അതുപോലെ തന്നെ അയാളൊരു യുക്തിവാദിയൊക്കെ ആവുള്ളൂ. ഇതാണ് യഥാർത്ഥത്തിൽ യുക്തിവാദിയുടെ ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. അവിടെ ഉഹദ് യുദ്ധത്തിൽ യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ജബ്ബാറിന് ഇതിലൊക്കെ ഈ ദേഷ്യം തോന്നുന്നതും ഇസ്ലാമിനോട് പക തോന്നുന്നതിൻ്റെ ഒരു കാരണം എന്താണ്? ജബ്ബാർ എന്ന് പറയുന്നത് തനിയൊരു ഭീരുവാണ്, യാതൊരു ധൈര്യവും അയാൾക്കില്ല. പിന്നെ അയാളിതിങ്ങനെ ഇസ്ലാമിൻ്റെ അതിൽ തെറി പറയുന്നത് എന്താണ്? മുസ്ലിങ്ങൾ അയാളൊന്നും ചെയ്യൂല എന്ന് അയാൾക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. മറുഭാഗത്ത് അത് ക്രിസ്തുമതത്തെയോ അല്ലെങ്കിൽ ഹിന്ദുമതത്തെയോ ആണ് അയാൾ അധിക്ഷേപിച്ചിരുന്നതെങ്കിൽ ഇന്ന് അയാളെ തലയോടലും വേറിട്ടിട്ടേ അയാൾ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അയാൾ ഹിന്ദുമതത്തെയോ അതുപോലെ തന്നെ ക്രിസ്തുമതത്തെയോ ഒന്നും പറയില്ല. വേണമെങ്കിൽ അവരുടെ കയ്യടി വാങ്ങും, എന്നിട്ട് ഇസ്ലാമിനെ തെറി പറയും ചെയ്യും. ഇതാണ് അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മൾക്ക് അത്ഭുതപ്പെടാനൊന്നുമില്ല. കാരണം യുക്തിവാദി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളുടെ പ്രധാന ഉന്നം തന്നെ ഇസ്ലാമിനെ തകർക്കാനുള്ളതാണ്. അത് ജബ്ബാറിനെ മാത്രമല്ല, മിക്കവാറും നമ്മുടെ കാലഘട്ടത്തിലെ ഏത് യുക്തിവാദിയും അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ജബ്ബാറിനെ അലോസരപ്പെടുത്തുന്ന അല്ലെങ്കിൽ ദേഷ്യം പിടിപ്പിക്കുന്ന മറ്റൊരു സംഗതി കൂടിയുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ മുസ്ലിങ്ങൾ പുലർത്തുന്ന ധൈര്യവും രക്തസാക്ഷിത്വത്തിൽ അവർ പുലർത്തുന്ന പ്രതീക്ഷയുമാണ്. ഈ പ്രതീക്ഷ എന്തുകൊണ്ട് അവർക്കുണ്ടായി? ഈ ചോദ്യത്തിന് ഉത്തരം വേറെ എവിടെയും തെരഞ്ഞു പോകേണ്ടതില്ല. വിശുദ്ധ ഖുർആൻ ഇസ്ലാം അവരിൽ ചെലുത്തിയിട്ടുള്ള സ്വാധീനം, അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ് ഒരു രക്തസാക്ഷിക്ക് തൻ്റെ രക്തസാക്ഷിത്വത്തിന് ശേഷം മരണാനന്തര ജീവിതത്തിൽ കിട്ടാൻ പോകുന്ന നേട്ടം എന്താണ് എന്നുള്ളത്. അതിൽ അയാൾ ദൃഢമായി വിശ്വസിക്കുന്നുണ്ട്. ഇവിടെ തൽക്കാലത്തേക്കുള്ള ഈ ജീവിതം നഷ്ടപ്പെട്ടാലും ശാശ്വതമായുള്ള തൻ്റെ ജീവിതം അത് ഭാസുരമായിരിക്കും, അത് സുഖപ്രദമായിരിക്കും. അള്ളാഹുവിൻ്റെ അടുത്ത് താൻ അംഗീകരിക്കപ്പെടുന്ന ആളാവും, തൻ്റെ എല്ലാ പാപങ്ങളും പുറത്തു കിട്ടുന്നുള്ള ആ ഉറച്ച ബോധ്യവും വിശ്വാസവുമാണ് അയാളിതിന് പ്രേരിപ്പിക്കുന്നത്. ഇത് പക്ഷേ ഒരു യുക്തിവാദിയെ സംബന്ധിച്ചിടത്തോളം സങ്കല്പിക്കാൻ പോലും സാധ്യമല്ലാത്തൊരു സംഗതിയാണ്. അപ്പോൾ ഒരു മുസ്ലിം ഇങ്ങനെ ഇത്രത്തോളം ദൃഢതരമായി ഉറച്ച വിശ്വാസത്തിലും നെഞ്ചൂക്കോടുകൂടി വെപ്പോടുകൂടി മുമ്പോട്ട് പോകുമ്പോൾ അതിൽ രോഷം കൊള്ളാനുള്ളത് സ്വാഭാവികമായി യുക്തിവാദിയുടെ ഭാഗത്തു നിന്നുണ്ടാവും. അതാണ് ഇവിടെ ജബ്ബാർ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ കലിപ്പും
വിദ്വേഷവും ഒക്കെ ഉണ്ടാവാനുള്ള കാരണം എന്ന് പറയുന്നത്. കാരണം അവർക്ക് യുക്തിവാദിക്ക് പ്രതീക്ഷിക്കാനൊന്നുമില്ല. പെടാൻ ഏതായാലും പെട്ടുപോയി. ഇനി അഹങ്കാരം കൊണ്ട് ഇതിൽ പിന്മാറാനും വയ്യ. പിന്മാറിയിട്ടുണ്ടെങ്കിൽ ഇതുവരെ തന്നെ അനുകൂലിച്ചിരുന്ന അനുയായികൾ അവർ തനിക്കെതിരിൽ തിരിയും. പിന്നെ എന്തേ ഇപ്പോൾ ജബ്ബാർ മാഷെ ഇപ്പോൾ പെട്ടെന്നൊരു മാറ്റം ഉണ്ടായത്? ഇതുവരെ താങ്കൾ പറഞ്ഞതിനൊക്കെ തള്ളിപ്പറയേണ്ടി വന്നിട്ടുള്ളത് താങ്കൾക്ക് പുതിയ വല്ല വെളിപാടുണ്ടോയോ എന്ന് അവർ ചോദിക്കും. അതിന് മറുപടി അറിയാൻ കഴിയൂല. ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ ജബ്ബാറിനെ അലോസരപ്പെടുത്തുന്ന സംഗതി. ജബ്ബാറിൻ്റെ വാക്കുകൾ കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും മനസ്സാക്ഷിത്വത്തോടു കൂടിയാണ് ജബ്ബാർ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നത്. എന്ത് ചെയ്യാനാ, ഒരു മനുഷ്യൻ്റെ നിർഭാഗ്യം എന്നേ ഇതിനെപ്പറ്റി നമുക്ക് പറയാൻ പറ്റുള്ളൂ.